ഡോക്ടർ അനൂപ് കുമാർ എസ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ മെഡിസിൻ വിഭാഗം മേധാവിയാണ്. സർ സ്വാഗതം. സർ, നമുക്കറിയാം ഈ കോവിഡിന് പിന്നാലെ WHO പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള നാളുകൾ നമ്മൾ കോവിഡിന്റെ കൂടെ ജീവിക്കേണ്ടി വരുമെന്നുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഗ്ലോബലി ഉള്ള വർധനവിന് കാരണം എന്താണ് ഡോക്ടർ? ഈ കേരളത്തിൽ കണ്ടുവരുന്ന ഈ ഒരു വകഭേദം തന്നെയാണോ എല്ലായിടത്തും ഇങ്ങനെ പകരുന്നത്? ഇത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ വകഭേദമാണ് കാണുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒമിക്രോണിൻ്റെ തന്നെ ഒരു വകഭേദമായ JN.1 മറ്റൊരു ഉപവകഭേദമായ LF7 അതേപോലെ NB181 ഇതാണ് ഈ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പടർന്നു പിടിക്കുന്നത്. ഈ വകഭേദത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഈ വ്യാപന ശേഷി കൂടുതലാണ്. പക്ഷേ ഈ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത, അതായത് സിവിയറിറ്റി കുറവാണ്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഈ രോഗത്തിനെ പറ്റി അല്ലെങ്കിൽ പുതിയ വകഭേദങ്ങളെ പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, ഇത് വ്യാപനത്തിനുള്ള സാധ്യത, അത് ട്രാൻസ്മിഷൻ റേറ്റ്, അപ്പോൾ അത് ഇതിന് കൂടുതലാണ്. രണ്ടാമത്തെ, രോഗത്തിൻ്റെ ഈ കാഠിന്യം, അത് പൊതുവെ കുറവാണ്. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാക്സിനുകൾ മൂലമോ അതല്ലെങ്കിൽ മുമ്പേ രോഗം വന്നത് മൂലമോ നമ്മൾ ആർജിച്ച പ്രതിരോധ ശക്തിയെ ഇതിനെത്ര കണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇമ്മ്യൂൺ എസ്കേപ്പ് ഫിനോമിന എന്ന് പറയാം. അപ്പോൾ അതും ഇതിന് പൊതുവേ കുറവാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് മുമ്പേ വാക്സിൻ എടുത്ത ആൾക്കാരിലും അതേപോലെ രോഗം വന്ന ആൾക്കാരിലും ഈ പുതിയ വകഭേദത്തിന് രോഗം ഉണ്ടാക്കാം, പക്ഷേ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ രോഗം വരുമ്പോഴും ഈ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഇത്തരം ഈ ഒരു കേസുകളുടെ എണ്ണ ഇടയ്ക്ക് കൂടാനുള്ള കാരണം? ഇത്തരം വൈറസ് അസുഖങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, ഇൻഫ്ലുവൻസ, അതേപോലെ മറ്റ് ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന വൈറസുകളൊക്കെ തന്നെ ഈ ചെറിയ ജനിതക വ്യതിയാനം വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ നമ്പറുകൾ വീണ്ടും പല ഭാഗങ്ങളിലും കൂടുക എന്നുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് ആസ്റ്റർ മിംസിലാണെങ്കിൽ തന്നെ ഈ മാസം തന്നെ നമുക്ക് ഏകദേശം 8 കേസുകളുണ്ടായി, ഒരു ഡെത്ത് ഉണ്ടായി. പക്ഷേ ഇവരൊക്കെ തന്നെ മുമ്പ് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ചികിത്സ തേടുന്നതോ അല്ലെങ്കിൽ മറ്റ് ഈ കിടപ്പിലായവരോ ഒക്കെ ആയ ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പ്രായാധിക്യമുള്ള ആൾക്കാർ, ഗർഭിണികൾ, അതല്ലെങ്കിൽ ഈ പ്രതിരോധ ശക്തി കുറയുന്ന രീതിയിലേക്കുള്ള ചികിത്സ, നമ്മളത് വാതരോഗങ്ങൾക്ക് വേണ്ട ചികിത്സയാവാം, ക്യാൻസറിനുള്ള കീമോതെറാപ്പി ആവാം, അല്ലെങ്കിൽ മറ്റ് ഗുരുതര രോഗങ്ങളാവാം. ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്, മഴക്കാലം വരുമ്പോൾ സ്ഥിരമായി പനിച്ചു കിടക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ പലരും. അപ്പോൾ ഇങ്ങനെ ഒരു പനി വരികയാണെങ്കിൽ തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ ഇപ്പോൾ? അതാണ് നമ്മൾ ഒരു പ്രധാന ബുദ്ധിമുട്ട്. നമുക്കറിയാം, ഇതിനെ ILI അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്നാണ് പറയുക. അതായത് നമ്മൾ സാധാരണ പറയുന്ന ജലദോഷപ്പനി. ഈ കോവിഡൊക്കെ തന്നെ ഒരു ജലദോഷപ്പനി പോലെയാണ് വരുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും തൊണ്ടവേദനയും ചെറിയ ജലദോഷമൊക്കെ വരാം. അപ്പോൾ അതെല്ലാം കോവിഡ് ആയിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് ഈ ഗുരുതരമായ സിംറ്റംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വിട്ടുമാറാതെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അഥവാ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി ആൾക്കാരുമായി അടുത്ത് ഇടപഴകാതിരിക്കുകയോ അതല്ലെങ്കിൽ മാസ്ക് ധരിക്കുകയോ ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ വീട്ടിലൊക്കെ നമ്മൾ മുമ്പൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള റിവേഴ്സ് ക്വാറന്റൈൻ, വീട്ടിൽ പ്രായാധിക്യമുള്ള ആൾക്കാരോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനോ പോകാൻ പാടില്ല. അവരിലേക്ക് രോഗലക്ഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉടനടി തന്നെ ടെസ്റ്റ് നടത്തുകയും അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യണം.